അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അസുഖങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എല്ലാം അല്ലാഹു മാറ്റിത്തരികയും ഇസ്സത്തോടെയുള്ള ജീവിതവും റാഹത്തോടെയുള്ള പൂർണ്ണ ഈമാനിനായുള്ള മരണവും കൊണ്ട് അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം കടബാധ്യതയെക്കുറിച്ചാണ്. അഅ്ളമു ദുനൂബി ഇൻദല്ലാഹ് ബഅദൽ കബായിർ. വൻദോഷങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമായിട്ടാണ് തീർക്കപ്പെടാത്ത കടബാധ്യതകളെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കടം കൊടുക്കൽ സുന്നത്തും അത് സ്വതഖയ്ക്ക് 10 ഇരട്ടി പ്രതിഫലവും, എന്നാൽ കടം കൊടുക്കുന്നതിന് 18 ഇരട്ടി പ്രതിഫലവുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും വാങ്ങിയ കടം വീട്ടപ്പെടാതെ, അത് വീട്ടാനുള്ള മാർഗങ്ങൾ ബാക്കി വയ്ക്കാതെ ഒരാൾ മരണപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ പാരത്രിക മോക്ഷത്തിന് തടസ്സമാകുന്ന, സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന ഒരു വലിയ തെറ്റായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനേറെ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്, നാം ദുആ ചെയ്യുന്നത്, നമ്മൾ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ഉൾപ്പെടണം എന്നാണ്. 5 നേരത്തെ നമസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ദുആ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ഈ മുസ്തഖീമായ വഴി എന്നാൽ അത് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ചവർ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് അല്ലാഹു വിശദീകരിക്കുന്നുമുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് ശുഹദാ, രക്തസാക്ഷികൾ. ഈ രക്തസാക്ഷിയായി മരണപ്പെട്ടാൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കാത്ത ഒരു തെറ്റാണ് കടബാധ്യത. ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി അതുകഫറു അന്നി ഖതായായ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമോ? ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹി വ അൻത സാബിറും മുഹ്തസിബും മുഖ്ബിലുൻ ഗൈറു മുദ്ബിർ ഇല്ല ദൈൻ. നീ അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും യുദ്ധത്തിൽ നിന്നും പിന്തിരിയാതെ ഇഖ്ലാസോടുകൂടി റബ്ബിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നീ ചെയ്തിട്ടുള്ള സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. പക്ഷേ ഇല്ല ദൈൻ, കടം ബാധ്യത ഒഴികെ ജനങ്ങളുമായുള്ള സാമ്പത്തിക ഇടപാട് ഒരിക്കലും അല്ലാഹു പുറത്തു തരികയില്ല. അത് വീടപ്പെടുക തന്നെ ചെയ്യണം. അല്പം കൂടി കർശനമായ ഭാഷയിൽ മഹാനായ റസൂലുള്ളാഹി ഇത് വിശദീകരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം ഏതൊരു റബ്ബിൻ്റെ കരങ്ങളിലാണോ അല്ലാഹുവിന് തന്നെയാണ് സത്യം. ലൗ ഖുതില റജുലുൻ ഫീ സബീലില്ലാഹി സുമ്മ ആശ സുമ്മ ഖുതില സുമ്മ ആശ സുമ്മ ഖുതില. ഒരാൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു,
സുമ്മ ആഷ, പിന്നീട് അയാൾക്ക് അള്ളാഹു വീണ്ടും ജീവൻ തിരിച്ചു നൽകി. അയാൾ ഇവിടെ ജീവിച്ചു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. എന്നിട്ട് സുമ്മ ഖുത്തില, വീണ്ടും അയാൾ കൊല്ലപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ഷഹീദായിട്ടാണ്. സുമ്മ ആഷ, വീണ്ടും അയാൾക്കൊരു പുനർജന്മം അള്ളാഹു നൽകി, ഇവിടെ ജീവിക്കാനുള്ള അവസരം കൊടുത്തു. അയാൾ ഒരുപാട് അമലുകൾ ചെയ്തു. സുമ്മ ഖുത്തില, പിന്നീടും അയാൾ മരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടാണ്. എന്നാലും അലൈഹി ദൈൻ, ഇയാൾക്ക് കടബാധ്യതയുള്ള, തീർക്കപ്പെടാത്ത കടബാധ്യതകൾ ഉള്ള നിലയിലാണ് അയാൾ ഷഹീദാകുന്നതെങ്കിൽ മാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അയാളുടെ കടങ്ങൾ വീട്ടപ്പെടുന്നത് വരെ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ നമുക്ക് താക്കീത് നൽകുമ്പോൾ, മുന്നറിയിപ്പ് നൽകുമ്പോൾ, കടബാധ്യത എന്നത് നാം ഓരോരുത്തരെയും വളരെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടുന്ന, വളരെ കൂടുതൽ ആലോചിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഷഹീദായി മരിച്ചാൽ പോലും രക്ഷയില്ലാത്ത ഒരു തെറ്റാണ് തീർക്കപ്പെടാത്ത കടബാധ്യതയെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, നാം വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയാണത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ആഡംബരത്തിനും ഒക്കെ നമ്മൾ കടം വാങ്ങുന്ന ആളുകളാണ്. കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാള് കടം വാങ്ങിയത് അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാങ്ങിയതെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അത് വീടാനുള്ള വഴികൾ അവന് എളുപ്പമാക്കി കൊടുക്കും. ഇനി വമൻ അഖദഹ യുരീദു ഇത്ലാഫഹ, ഒരുത്തൻ കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള നിയ്യത്തില്ലാതെയാണ് അവൻ വാങ്ങുന്നത്, വെറുതെ കാണുന്നവരോടതെല്ലാം കടം വാങ്ങും, ഇങ്ങനെ ചെലവഴിക്കും, ഇത് തന്നെയാണ് ഇവന്റെ പരിപാടി. അള്ളാഹു ഇതിലൊരു ബറക്കത്തും ചെയ്യൂല, അള്ളാഹു ഇതിനെ നശിപ്പിച്ചു കളയും, അവസാനം കടക്കാരനായി അവൻ മരിക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മന്ദായന ബിദൈനിൻ വഫീ നഫ്സിഹി ഖലാഉഹു, ഒരാൾ കടം വാങ്ങുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു ഇതെത്രയും പെട്ടെന്ന് വീടണം. പക്ഷേ ഫമാത്ത, നിർഭാഗ്യവശാൽ അയാൾ മരണപ്പെട്ടു പോയി. എന്നാൽ തജാവസ അല്ലാഹു അൻഹു, അള്ളാഹു അയാളെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യും. അവന്റെ കടക്കാരനെ അള്ളാഹു അവനുദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ തൃപ്തിപ്പെടുത്തും. ഒന്നുകിൽ ഇവന് പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ളൊരു മനസ്സ് അവൻ അള്ളാഹു കൊടുക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് അള്ളാഹു അവന് ആ കടം വീടാനുള്ള അവസരം സൃഷ്ടിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വമന്ദായന ബിദൈനിൻ വലൈസ ഫീ നഫ്സിഹി വഫാഉഹു, കടം വാങ്ങുമ്പോൾ അത് വീടുന്നതിനെ കുറിച്ചോ അത് വീടുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചോ ഇവന് യാതൊരു ഐഡിയയുമില്ല, വെറുതെ കാണുന്നവരുടെയൊക്കെ കടം വാങ്ങുകയാണ്. കടം വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് വീട്ടാനുള്ള മാർഗങ്ങളും കൂടെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കടം വാങ്ങേണ്ടത്. എങ്കിൽ മാത്രമേ ഇവിടെ കടം വാങ്ങാൻ ഇസ്ലാമിക ശരീഅത്ത് അനുവാദം നൽകുന്നുള്ളൂ. അങ്ങനെ തിരിച്ച് കടം വീടുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ കാണുന്നിടത്തൊക്കെ ഒരുത്തൻ കടം വാങ്ങുകയും ഫമാത്ത, അവൻ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഈ കടക്കാരന് വേണ്ടിയിട്ട്, ഇവന് കടം കൊടുത്തവന് വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിസാസ് നടപടി, പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ആഖിറത്തിലെ ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലൈസ ബിദ്ദീനാരി വദ്ദിർഹം, അത് ദീനാറിന് പകരം ദീനാർ കൊടുത്തുകൊണ്ടോ, ദിർഹമിന് പകരം ദിർഹം കൊടുത്തുകൊണ്ടോ, റിയാലിന് പകരം റിയാൽ കൊടുത്തുകൊണ്ടോ, ഡോളറിന് പകരം ഡോളർ കൊടുത്തുകൊണ്ടോ, രൂപയ്ക്ക് പകരം രൂപ കൊടുത്തുകൊണ്ടോ അല്ല. പിന്നെയോ ലാക്കിൻ ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാം ഒരാളിൽ നിന്നും 1,00,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടപ്പെടാതെ നാം മരണപ്പെടുകയാണെങ്കിൽ, അത് വീട്ടാൻ നമ്മുടെ അനന്തരാവകാശികൾ ആരുമില്ല, അതിനുള്ള സമ്പത്തുമില്ല. ആ അവസ്ഥയിൽ നാം കടക്കാരനായി മരിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു ഖിസാസ് സ്വീകരിക്കുന്നത് നമ്മുടെ നന്മകൾ എടുത്തിട്ട് നമുക്ക് കടം തന്ന ആളിന് അല്ലാഹു കൊടുക്കും. ഇനി നമ്മളുടെ ഭാഗത്ത് അങ്ങനെ നന്മയൊന്നും ഇല്ല എങ്കിൽ അയാളുള്ള തിന്മകൾ എടുത്ത് നമ്മുടെ മേൽ വെച്ച് കെട്ടും. അപ്പോൾ അയാൾക്ക് കുറച്ച് ആശ്വാസമാകും, നമുക്കോ ഭാരം കൊടുക്കുകയും ചെയ്യും, നമ്മുടെ ആഖിറം പരാജയപ്പെടുകയും ചെയ്യും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ കടം വാങ്ങുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, വാങ്ങുന്നതിന് മുമ്പായിട്ട് അത് വീട്ടാനുള്ളൊരു മാർഗം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാകണം കടം വാങ്ങാൻ ഇറങ്ങേണ്ടത്.
എന്ന് മാത്രമല്ല, ഈ കടം വാങ്ങുമ്പോൾ അത് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് വീടാനുള്ള വഴി എനിക്ക് നീ തുറന്നു തരണേ തമ്പുരാനെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടും അള്ളാഹുവിലുള്ള ആ ഉറപ്പോടും കൂടി റബ്ബൊരു വഴി കാണിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയോടും ഉറപ്പോടും കൂടിയാകണം ആ വഴിക്ക് നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലാഹ മഅദ്ദാഇൻ, തീർച്ചയായും അവനോടൊപ്പം അള്ളാഹു ഉണ്ടാകും. മാലം യകുൻ ഫീമാ യക്റഹു, ഇവൻ കടം വാങ്ങിയത് അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ല എങ്കിൽ അള്ളാഹുവിനെ സഹായിക്കാൻ ഇവനോടൊപ്പം ഉണ്ടാകും. അള്ളാഹു വീടാനുള്ള വഴികളും തുറന്നു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ഹദീസുകൾക്ക് ശക്തി പകരുന്ന, അതിന് തെളിവ് നൽകുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതായത് സർവ്വം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് മകൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, മകനെ, എൻ്റെ കടങ്ങളെല്ലാം നീ വീടണം, എൻ്റെ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും എൻ്റെ കടങ്ങൾ മുഴുവനും വീടണം എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്തു. എന്ന് മാത്രമല്ല, മഹാനവറുകൾ മകനോട് പറയുകയാണ്, യാ ബുനയ്യ ഇൻ അജസ്ത അൻ ഷൈഇൻ മിൻഹു, ഏതെങ്കിലും കടം നിനക്ക് വീട്ടാൻ എന്തെങ്കിലും പ്രയാസം നേരിടുകയാണെങ്കിൽ ഫസ്തഇൻ അലൈഹി ബിമൗലായ, എൻ്റെ യജമാനനായ അള്ളാഹുവിനോട് നീ ആ വിഷയത്തിൽ സഹായം തേടണം എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ തൻ്റെ അനുഭവം വിവരിക്കുന്നു. വാപ്പ മരണപ്പെട്ടു. 22 ലക്ഷത്തോളം കടമുക്കാരനായിട്ടാണ് വാപ്പ മരണപ്പെടുന്നത്. ആ കടം വീടാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ, വല്ലാഹി, പടച്ച തമ്പുരാനാണ് സത്യം, മാ വഖഅതു ഫീ ഖുർബത്തിൻ മിൻ ദൈനിഹി ഇല്ലാ ഖുൽതു യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു, പടച്ച റബ്ബിനാണ് സത്യം, ആ വാപ്പയുടെ കടങ്ങളിൽ ചിലത് വീടാൻ ഞാൻ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ, യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു, സുബൈറിന്റെ യജമാനനായ അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട താമസം അള്ളാഹു അതിനുള്ള വഴി എനിക്ക് കാണിച്ചു തരിക തന്നെ ചെയ്തു എന്ന് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം പടച്ചവനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, എന്തുകൊണ്ടാ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് സുബൈർ റളിയല്ലാഹു അൻഹുവിന് എൻ്റെ കടം വീട്ടാൻ മക്കളെ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ നീ പടച്ചവനോട് ചോദിക്കണമെന്ന് ഉറപ്പിച്ച് പറയാൻ ഉള്ള ധൈര്യം ഇവിടെ നിന്ന് കിട്ടി? അത് അദ്ദേഹം ഓരോ ആളുകളിൽ നിന്നും ആ സമ്പത്തുകൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാളെയും പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അലസനായിട്ടോ അല്ല വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെയാണ് മഹാനവറുകൾ അത് വാങ്ങിയിട്ടുള്ളത്. ഹദീസിൽ പറയുന്നുണ്ട്, മഹാൻ 22 ലക്ഷത്തോളം കടക്കാരനായത് എങ്ങനെയാ? ആളുകൾ സമ്പത്ത് കൊണ്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും. അദ്ദേഹം പറയും, ഇത് ഞാൻ സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഏറ്റെടുക്കില്ല, എന്നാൽ ഈ സ്വത്ത് തന്നെ നിങ്ങൾക്ക് അതേപോലെ ഒരു കേടുപാടും കൂടാതെ തിരിച്ചു തരേണ്ടി വരും, എനിക്കതിന് കഴിയില്ല. ഇനി അഖ്ഷ അലൈഹി ലൈഅ, ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഇതൊരു അമാനത്തായിട്ട് ഞാൻ ഏറ്റെടുക്കില്ല, ഇതുകൊണ്ട് കടമായിട്ട് എനിക്കത് തരിക, ഞാനത് ഉപയോഗിക്കാം, നിങ്ങൾക്കത് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മിസിൽ ഞാൻ എന്ത് ചെയ്യാം, തിരികെ തരാം. ഈ വ്യവസ്ഥയിൽ ആളുകളിൽ നിന്നും സ്വത്തുക്കളുമായിട്ട് വാങ്ങിച്ച് സൂക്ഷിച്ച കാരണത്താലാണ് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനും ഇത്രത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടായിത്തീർന്നത്. അപ്പോൾ ഓരോ ആളിൽ നിന്നും അദ്ദേഹം സമ്പത്ത് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിയ്യത്ത് ഒരൊറ്റയാളുടെ സമ്പത്ത് പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, തൻ്റെ കയ്യിലിരുന്നിട്ട് അത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്ത സഹായം തനിക്ക് കിട്ടുമെന്ന് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാ മഹാനവറുകൾ പറഞ്ഞത്, ഏതെങ്കിലും കടം വീട്ടാൻ മക്കളെ വിഷമം അനുഭവപ്പെട്ടാൽ ഫസ്തഇൻ അലൈഹി ബിമൗലായ, എൻ്റെ യജമാനനായ അള്ളാഹുവിനോട് നീ അതിനെക്കുറിച്ച് സഹായം ചോദിക്കണം. അങ്ങനെ മകനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ സഹായം ചോദിച്ചു, അത് കിട്ടുകയും ചെയ്തു എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു.
1,00,000 കടം പോലും വീടാൻ തികയാത്തതാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഈ അതേ റിപ്പോർട്ടിൽ തന്നെ കാണുന്നുണ്ട്. എത്ര കടമുണ്ട്? മോനോട് ചോദിച്ചു, വാപ്പ മരണപ്പെട്ടതിന് ശേഷം, മക്കളെ എത്ര കടമുണ്ട്? സുബൈർ ഇബ്നുൽ അവ്വാമിന് എത്ര കടമുണ്ട്? അപ്പൊ പറഞ്ഞു 1,00,000 അദ്ദേഹം 22 ലക്ഷമാണെന്ന കാര്യം മറച്ചു വെച്ചിട്ട് 1,00,000 പറഞ്ഞു. 1,00,000 കടമൊന്നും വീട്ടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് ഈ 22 ലക്ഷം കടം വീടി എന്ന് മാത്രമല്ല, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. 4 ഭാര്യമാരിൽ ഓരോ ഭാര്യമാർക്കും അനന്തര സ്വത്തായി കിട്ടിയ എത്രയെന്നറിയോ? 12 ലക്ഷം വീതം. 19 മക്കളുണ്ടായിരുന്നു, അവർക്കും കൊടുത്തു അനന്തരം. ഫജമീഉ മാലിഹി, ഇമാം ബുഖാരി പറയുന്നു, ഫജമീഉ മാലിഹി 50,000,000 5,02,00,000. 50,000 എന്ന് പറഞ്ഞാൽ 50 ലക്ഷം അഥവാ 5 കോടി. 100,000 200,000 അഥവാ 2 ലക്ഷം. 5,02,00,000 മൊത്തം സമ്പത്ത് മൊത്തം വിറ്റപ്പോൾ കിട്ടിയത്. 1,70,000 വാങ്ങിച്ച ഒരു ഭൂമി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു 1,70,000 വാങ്ങിച്ചിരുന്ന ഒരു ഭൂമി മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ വിറ്റത് 16 ലക്ഷത്തിനാ. അള്ളാഹു ബറക്കത്ത് ചെയ്ത് അങ്ങനെയാ. കടം വീടാൻ അള്ളാഹു എന്ത് ചെയ്തു? ആ സമ്പത്തിൽ ബറക്കത്ത് ചെയ്തു. അതിന് നല്ല വില കിട്ടി. വിൽക്കാനും കടബാധ്യതകൾ മുഴുവനും തീർക്കപ്പെടാനും എന്ന് മാത്രമല്ല കുടുംബത്തിന് നല്ലൊരു വിഹിതം കൊടുക്കാനുമൊക്കെ അള്ളാഹു അവസരം സൃഷ്ടിച്ചത് മഹാനവറുകൾ ആ കടബാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ആ ഹദീസിൽ തന്നെ മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിന്റെ കടങ്ങളൊക്കെ വീട്ടി കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം വന്നിട്ട് ഞങ്ങളുടെ മീറാസ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ അനന്തര സ്വത്ത് ഖസ്ം ബൈനനാ മീറാസന, ഞങ്ങളുടെ അനന്തര സ്വത്ത് ഞങ്ങൾക്ക് വിഹിതിച്ച് തരണമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അഖ്സിമു ബൈനക്കും ഹത്താ ഉനാദിയ ബിൽ മൗസിം 4 സിനീന അലാ മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫൽയഅതിനാ ഫൽനഖ്ളിഹി. ഇല്ല, പടച്ചവനാണ് സത്യം, ഒറ്റ ആൾക്ക് ഞാൻ അംശിച്ചു തരൂല. അംശിച്ചു തരാം, പക്ഷെ 4 വർഷം ഹജ്ജ് വേളയിൽ എൻ്റെ വാപ്പയ്ക്ക് ആർക്കെങ്കിലും കിട്ടാനുള്ള കടമുണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കുകയും അങ്ങനെ ആ കടക്കാർ മുഴുവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കടങ്ങൾ മുഴുവൻ തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഞാനിത് അംശിച്ചു തരികയുള്ളൂ എന്ന് മഹാനവറുകൾ പറയുകയും 4 വർഷം ഹജ്ജ് സീസണിൽ എല്ലാ ആളുകളെയും സാക്ഷിയാക്കിയിട്ട് സുബൈർ ഇബ്നുൽ അവ്വാമിന് എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സമീപിക്കണമെന്ന് മഹാനവറുകൾ വിളിച്ചു പറയുകയും ആ 4 വർഷത്തിന് ശേഷമാണ് ഈ അനന്തര സ്വത്തുക്കൾ അംശിക്കുന്നത്. മക്കൾക്ക് അങ്ങനെ ഒരു ബാധ്യതയുണ്ട് എന്ന് കൂടി നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പന്മാര് മരണപ്പെട്ട് കഴിഞ്ഞാൽ, മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾക്കുള്ള ബാധ്യതയാ വാപ്പായുടെ കടബാധ്യതകൾ തീർക്കുക. വെറുതെ ചടങ്ങിന് വേണ്ടിയിട്ട് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഈ മയ്യത്തിനെങ്കിലും എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ മയ്യത്തിന്റെ അന്തർവാസികളുമായി ബന്ധപ്പെടണം എന്ന് ഉസ്താദിനെ കൊണ്ട് വെറുതെ പറയിച്ചാൽ പോരാ. നാം കൂടി അന്വേഷിച്ച് ആ കടങ്ങൾ തീർക്കണം. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ഒരു വിഷയമാണ് കടത്തിൻ്റെത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കടബാധ്യതയുള്ള ജനാസയെ കൊണ്ടുവച്ചിട്ട് നമസ്കരിക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാറില്ലായിരുന്നു. ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ചു. നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് കയറി. എന്നിട്ട് ചോദിച്ചു, ഇയാൾക്ക് വല്ല കടമുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ 2 ദീനാർ കടമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി പിന്നോട്ട് മാറിക്കളഞ്ഞു. അവസാനം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ കടം ഞാൻ ഏറ്റെടുത്തു, ഞാനത് ഈടിക്കൊള്ളാൻ നബിയെന്ന് ഏറ്റെടുത്തതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചതെന്ന് ഹദീസിൽ കാണാം. വളരെ ഗൗരവമുള്ള വിഷയമാണ് കടബാധ്യത. കടം വാങ്ങിയ ഒരാൾ അയാൾ വീട്ടാൻ വേണ്ടി തന്നെയാണ് വാങ്ങിയത്. പക്ഷേ അയാൾ വീട്ടിൽ പറഞ്ഞ ഡേറ്റ് ആയപ്പോൾ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നതായി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്ന് ആശ്വാസം ചെയ്തു കൊടുക്കുന്നത് പ്രത്യേകം സുന്നത്താണ്.
അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ നഫസ അൻ ഗരീമിഹി ഔ മഹാ അൻഹു, തൻ്റെ കടക്കാരനെ തൊട്ട് ആശ്വാസം ചെയ്തു കൊടുത്തു, അവന് ഡേറ്റ് മാറ്റിക്കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് താമസം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ആ കടം തന്നെ ഔ മഹാ അൻഹു അതങ്ങ് പൊരുത്തപ്പെട്ടു കൊടുത്തു, എന്നാൽ കാന ഫീ ളുല്ലിൽ അർശി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവൻ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഷർത്ത്, 1000 രൂപ കൊടുത്തിട്ട് 1200 രൂപയായിട്ട് തിരിച്ചു തരണം എന്ന് നിബന്ധന വെച്ച് കഴിഞ്ഞാൽ അത് പലിശയായി മാറും. മഹാന്മാരെ, സൂക്ഷ്മജ്ഞാനികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ പലരും കടം കൊടുത്ത ആളുകളുടെ ഒരു സമ്മാനവും അവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പോലും അത് പലിശയാകുമോ എന്ന് ഭയന്നിട്ട് ഉപേക്ഷിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ശറഅന്റെ വീക്ഷണത്തിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല അയാളുടെ വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നതിനോ. പക്ഷേ ആ ഒരു നിയ്യത്തിലാകാൻ പാടില്ലെന്ന് മാത്രം. കടം വാങ്ങിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ 1,00,000 രൂപ കടം തന്നയാൾ പലിശയൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് തന്നതാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും സിയാദത്ത്, കുറച്ച് കൂടുതൽ ഒരു പാരിതോഷികമായിട്ട് കടം തന്നയാളിന് കൊടുക്കൽ അത് പ്രത്യേക സുന്നത്താണ്. പക്ഷേ കൊടുക്കുന്നയാൾ ഒരിക്കലും അങ്ങനെ ഒരു ഡിമാൻഡ്, ഇത്ര രൂപയും കൂടി എനിക്ക് അധികം തരണം എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ വാങ്ങിയ ആളെന്ത് ചെയ്യുക, എന്തെങ്കിലും കുറച്ച് കൂടുതൽ അയാളുടെ മനസ്സറിഞ്ഞ് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കടക്കണികളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകുകയും ഇസ്സത്തോടെ, പൂർണ്ണ റാഹത്തോടെ, പൂർണ്ണ ഈമാനിലായി സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.